ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ടെക്നിക്കാണ്. ഇത് നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുന്നെയാണ് ഇത് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. സോ ഇത് ബേസിക്കലി ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം ഒരുപാട് ദീർഘമാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കം കിട്ടുന്നുണ്ട്, പക്ഷേ എന്നിട്ട് ഉറക്കത്തിനൊരു ഡെപ്ത് പോരാ. അതായത് രാവിലെ എണീക്കുമ്പം ഒരു ഉറങ്ങിയിട്ടും അതിൻ്റെ ഒരു റീജുവിനേഷൻ കിട്ടുന്നില്ല. സ്റ്റിൽ ഒരു ഡൾനെസ് അല്ലെങ്കിൽ മൂഢത പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉറക്കം ശരിയല്ല എന്ന് തോന്നുന്നവരാണ് ഇത് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഉറക്കം നിങ്ങളെ ഒന്നും കൂടി ദീർഘമാക്കാനും ഡെപ്ത് വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ടെക്നിക്കാണ്. സോ ഇത് ആക്ച്വലി ഒരു ഓഷോയുടെ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. ഓഷോ പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കാണ്. സോ നമുക്ക് ടെക്നിക്കിലേക്ക് കിടക്കാം. സോ ആദ്യമേ തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് ഏകദേശം നിങ്ങൾ റെഗുലറി ഉറങ്ങുന്നൊരു സമയം ഉണ്ടല്ലോ. സോ അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കട്ടിൽ കയറി ഇരിക്കുക. എന്നിട്ട് ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു കംപ്ലീറ്റ് ഡാർക്ക്നെസ് റൂമിൽ വരുത്തുക. അതിനുശേഷം നമ്മൾ കട്ടിലേ ഇരുന്നു കൊണ്ട് ജസ്റ്റ് കണ്ണടച്ചിരുന്നു കൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഒരു അൺഫെമിലിയർ ലാംഗ്വേജ് സംസാരിക്കുക എന്നതാണ് നമ്മളിതിൽ ചെയ്യാമെന്ന് പറയുന്നത്. അതായത് ഇതിൽ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 15 മിനിറ്റാണ് ഈ മെഡിറ്റേഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ 15 മിനിറ്റോളം നമ്മൾ ഇരുന്നു കൊണ്ട് ജസ്റ്റ് കണ്ണടച്ചിരുന്ന് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. കണ്ണ് തുറന്നിരുന്നും ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല അങ്ങനെ. പക്ഷേ കണ്ണടച്ചിരുന്ന് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ഒരു ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യാമെന്ന് പറയുന്നത്. സജഷനാണ്, നിർബന്ധമില്ല. സോ ജസ്റ്റ് കണ്ണടച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ഒരു അൺഫെമിലിയർ ലാംഗ്വേജ്, അതായത് ഒരു മൊനോട്ടോണസ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അത് ലൈക്ക് ഞാൻ എക്സാമ്പിൾ കാണിക്കാം. അതായത് ലൈക്ക് ലാ 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 സല ബ ലാ 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 ബി ലാ 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 ബി ലാ ലാ ഗോലെ മേ ലേ ലാ ലാ ലേ ലേ ലാ എ ലേ ലാ സല ബ ലേ കെ ലേ സ ലാ ലാ ബെ ലേ സ ലാ ലാ ബി ലി റിസ് ബ ലാ ലാ എ ലേ ലാ മ സ ലാ 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 ബി ലേ ലാ ലു ലി ലാ ക ലാ ലാ മെസ്സ. അങ്ങനെ ഒരു അറിയാൻ മേലാത്ത സൗണ്ട്സ്, ലോജിക്കില്ലാത്ത സൗണ്ട്സ്, നോൺസെൻസ് സൗണ്ട്സ്, വേർഡ്സ്, അങ്ങനെ ഒരു അൺഫെമിലിയർ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. മൊനോട്ടോണസ് ആയിരിക്കണം. അതായത് മൊനോട്ടോണസ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വേരിയേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു നമുക്ക് സിംഗിൾ നോട്ടിൽ പോകുന്ന ഒരു നമ്മൾ ബോർഡം അടിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കുക എന്നാണ് മൊനോട്ടോണസ് സൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി വേരിയേഷൻസ് ഒന്നും ഇല്ലാതെ ലാ 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 ബേ ലാ ലാ ബേല അങ്ങനെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക. സോ ഇത് നിങ്ങൾ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ലാ 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 എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ തന്നെ നമുക്ക് വേർഡ്സ് സപ്ലൈ ചെയ്യാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. അതായത് ഇതിനെ അൺകോൺഷ്യസിനെ സ്പീക്ക് ചെയ്യുക, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനെ സ്പീക്ക് ചെയ്യുക. എലോ ദ അൺകോൺഷ്യസ് ടു സ്പീക്ക് എന്ന ഒരു പർപ്പസാണ് നമുക്ക് ഈ ഒരു മെഡിറ്റേഷനിൽ, ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ പ്രയോഗിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അറിയാൻ മേലാത്ത വേർഡ്സ്, സൗണ്ട്സ്, ലാംഗ്വേജസ് നമ്മൾ സ്പീക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നു. സോ നമ്മളിങ്ങനെ അൺകോൺഷ്യസിനെ സ്പീക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അവിടെ റിലാക്സേഷൻ സംഭവിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഉറക്കത്തിലേക്ക് ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ഉറക്കം കുറച്ചൊരു ഡെപ്ത് ആകും. ആ ഒരു ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ ഇത് ടൈം എടുക്കും. കുറേ നാളിത് ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ ആ സ്ലീപ്പിൽ ഒരു ചേഞ്ചസ് വരത്തുള്ളൂ. പെട്ടെന്നൊന്നും സംഭവിക്കത്തില്ല. സോ പേഷ്യൻസ് വേണം. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും പേഷ്യൻ്റ് ആയിരിക്കണമല്ലോ. ഇറ്റ് ടേക്സ് ടൈം. ഒരു കുറേ നാൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ടൈമിലായിരിക്കും, സബ്ജക്റ്റീവായിട്ടുള്ള സംഭവമായിരിക്കുമല്ലോ. നിങ്ങൾ എത്ര ഇൻറ്റൻസ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. സോ നിങ്ങളിത് ഒരുപാട് ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വരും. സോ ഇറ്റ് ടേക്സ് ടൈം. ഓരോരുത്തർക്കും വേരിയേഷനാണ് ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നതെന്ന് പറയുന്നത്. സോ നിങ്ങൾ ചെയ്ത് നോക്കുക. സോ ദാറ്റ്സ് ഓൾ. അത്രയും നമ്മൾ ഇതിൽ ഈ ഒരു ടെക്നിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ.